വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഇട്ട ബോംബിൽ തകർന്ന് തരിപ്പണമാവുകയാണ് LDF. കൊട്ടിക്കലാശത്തിനായി നാടും നഗരവും ഒരുങ്ങിയ വേളയിലാണ് കുഴൽനാടൻ LDFനെ ഒന്നാകെ മുക്കി വാർത്താ സമ്മേളനം നടത്തിയത്. കേരളത്തെ തകർത്ത 2018 മഹാപ്രളയം ഡാം മാനേജ്മെന്റിലെ വീഴ്ചകൾ മൂലം സംഭവിച്ച മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് ആരോപിക്കുന്ന നിർണായക ശബ്ദരേഖയാണ് കുഴൽനാടൻ പുറത്തുവിടുന്നത്. നിലവിലെ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടേതെന്ന് അവകാശപ്പെടുന്ന ശബ്ദരേഖ മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടതിന് ഞെട്ടലിലാണ് കേരളം. ഡാമുകൾ തുറക്കുന്നതിൽ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കാണിച്ച അഴിമതിയും ഒത്തുകളിയുമാണ് പ്രളയത്തിന് ആക്കം കൂട്ടിയതെന്ന് ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ ഒരു മാസം മുൻപേ തുറക്കേണ്ടിയിരുന്നിട്ടും മേരി മാതാ കൺസ്ട്രക്ഷൻസ് കമ്പനിക്ക് മണൽ ഖനനത്തിന് സൗകര്യം ഒരുക്കാൻ വേണ്ടി ബോധപൂർവം വൈകിപ്പിച്ചതായാണ് പ്രധാന ആരോപണം. മണൽ കരാറിലൂടെ കമ്പനിക്ക് 300 കോടി രൂപയുടെ ലാഭമുണ്ടാക്കാൻ അന്നത്തെ ജലസേചന മന്ത്രി മാത്യു ടി തോമസും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും സ്പിൽവേ തുറക്കാൻ അനുമതി നൽകിയില്ല എന്നും ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്പിൽവേ തുറന്നാൽ താഴെയുള്ള കരിമണൽ ഒലിച്ചു പോകുമെന്നതിനാലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്ന് മന്ത്രി പറയുന്നതായി ശബ്ദരേഖയിലുണ്ട്. കൂടാതെ മണിയാർ അണക്കെട്ടിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ ജലനിരപ്പ് അമിതമായി ഉയർത്തിയതും ദുരന്തത്തിന് കാരണമായതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചെങ്ങന്നൂരിൽ ഉൾപ്പെടെ പ്രളയം രൂക്ഷമാകാൻ കാരണം ഈ അണക്കെട്ടിലെ സൂയിസൈഡ് വാൽവ് തുറന്നതാണെന്നും ഇതിനു പിന്നിൽ ചീഫ് എഞ്ചിനീയറുടെ അഴിമതിയുണ്ടെന്നും ശബ്ദരേഖയിൽ ആരോപിക്കുന്നുണ്ട്. ജനതാദൾ നേതാവിനൊപ്പം ഇടുക്കിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാത്യു കുഴൽനാടൻ ഈ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. കൃഷ്ണൻകുട്ടി സ്വന്തം പാർട്ടിയിലെ മുതിർന്ന ഒരു അംഗത്തോട് സംസാരിക്കുന്നതാണ് ഫോൺ സംഭാഷണത്തിലുള്ളതെന്ന് കുഴൽനാടൻ പറഞ്ഞു. അധികം പുണ്യാളനൊന്നും ചമയണ്ട എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നത് സ്വന്തം പാർട്ടിയിലെ തന്നെ അംഗമായ മാത്യു ടി തോമസിനെ കുറിച്ചാണെന്നും കുഴൽനാടൻ പറഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിയതാണ് പ്രളയത്തിനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇതൊരു മാസം മുൻപേ തുറക്കേണ്ടതായിരുന്നു. അത് തുറക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും തുറന്നില്ല. അത് തുറന്നാൽ താഴെയുള്ള മണൽത്തിട്ട വെള്ളം കൊണ്ടുപോകും. ഒരു സ്വകാര്യ കമ്പനിക്ക് മണലിന്റെ കരാർ എടുത്തിരിക്കുന്നത് ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ്. അത് മറിച്ചു വിറ്റാൽ 2000 രൂപ കിട്ടും. എല്ലാ ചെലവും കഴിഞ്ഞ് 300 കോടി രൂപയെങ്കിലും കിട്ടുമെന്നും പറയുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേക്ക് താഴെയുള്ള കരിമണൽ ഒഴുകിപ്പോകാതിരിക്കാൻ ഡാം തുറക്കാൻ വൈകിയെന്നും ഇത് കരാറുകാർക്ക് ലാഭമുണ്ടാക്കാനായിരുന്നു എന്നുമാണ് ആരോപണം വന്നത്. പെരിങ്ങൽകുത്ത് ഡാം തുറക്കാൻ വൈകിയതിന് പിന്നിലും അഴിമതിയാണെന്ന് ഫോൺ സംഭാഷണം ചൂണ്ടിക്കാട്ടി കുഴൽനാടൻ ആരോപിച്ചിട്ടുണ്ട്. നേരത്തെ തുറന്നു വിടേണ്ടിയിരുന്ന ഡാം അവസാന നിമിഷം തുറന്നതോടെ ചെങ്ങന്നൂർ മുങ്ങുകയായിരുന്നു. ആളയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുറന്നു വിടേണ്ടിയിരുന്ന വെള്ളം അവിടുത്തെ കോൺട്രാക്ടറുടെ താൽപര്യം സംരക്ഷിക്കാനായി വെള്ളം ഒഴുക്കാതെ പിടിച്ചു നിർത്തിയതാണെന്നാണ് മറ്റൊരു ആരോപണം. ഒടുവിൽ ആളിയാറിലെ വെള്ളം ഒരുമിച്ച് തുറന്നതാണ് ചാലക്കുടിയെ മുക്കിയതെന്നും ഫോൺ സംഭാഷണം ചൂണ്ടിക്കാട്ടി കുഴൽനാടൻ പറയുന്നുണ്ട്. പ്രളയം കേരളത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നാലെ തകർന്ന പാലങ്ങളും റോഡുകളും പുനർനിർമ്മിക്കാൻ 1000 കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചത്. ഇതിനെല്ലാം പിന്നിൽ നിന്ന് കളിച്ചത് LDF സർക്കാരും മന്ത്രിയുമാണെന്ന് കുഴൽനാടൻ വെറുതെ ആരോപിച്ചിട്ട് മടങ്ങുകയല്ല ചെയ്യുന്നത്. കുഴൽനാടൻ പുറത്തുവിട്ട ശബ്ദ സന്ദേശം കൂടി തെളിവായി ചേർക്കുന്നുണ്ട്. കേട്ടുനോക്കാം. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാ പറഞ്ഞ കോൺട്രാക്ടറാണ്. അവര് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ്. അത് അവന് മറിച്ചടിക്കുക അപ്പൊ 2000 രൂപ കിട്ടും. അവർ ഒന്നും ചെയ്യാതെ അത് എത്ര കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞൊരു 300 കോടി കിട്ടും. 5 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിപ്പിക്കുന്ന ജോസിന്റെ പെങ്ങളും മാധ്യൂട്ടിയും കൂടി ഇന്ന് ആലോചിച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. അഴിമതി നടന്നു. അതിന്റെ പുണ്യവാനെ കിട്ടല്ലോ. ഒന്ന്. രണ്ടാമത് ഇനി അങ്ങനെ പുണ്യവാനൊന്നും വേണ്ടാവേ. മണിയാർ പറഞ്ഞ പ്രോജക്റ്റ് പമ്പയുടെ മുകളിൽ അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 എൽപ്പിന്റെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാരണം ഒന്ന് വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കുന്നില്ല എപ്പോഴും. എന്തായാൽ പെട്രോൾ പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെ ഒഴുകി വരുന്നത് എടുക്കുക. ഇപ്രാവശ്യം വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ച പോർഷൻ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചു. ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിൽ എന്തായിരുന്നു? ഒരു മരം വന്ന് പുഴഞ്ഞ് എന്തോ ക്രോസ് ആയി കഴിഞ്ഞു. അത് ഭരിക്കാൻ പറ്റാനായി. അപ്പോ അവരെത്ര ലാഭത്തിൽ ഇതിന്റെ വെള്ളം തുറക്കണോ തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ
ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി എംപി ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിർത്തി 8 കോടി രൂപയാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായിട്ടാണ് പ്രൈവറ്റ് കമ്പനി. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്വീസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നിശ്ചയം കാരണം. അടിയിലെ സ്വീസ് തുറന്നു കാണിച്ചടിക്കരുത്. എനിക്ക് ആ സ്വീസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു. അത് കാർബണോട് കാശാക്കി മൂന്നാമത്തെ കേസ് പറമ്പിക്കുളം തുണക്കളവ് ശ്രമയാണ്. ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചേർന്ന ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് കൊല്ലം നമ്മൾ ഇരിക്കുന്നത് നമ്മളാണ് ജോഷിയാണ് ചേർന്ന. വെള്ളം തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ അവർ കൊണ്ടുപോകുന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്ട് വെള്ളം കൊണ്ടുപോകാൻ കൊടൂർക്കനാൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാൻ കപ്പാസിറ്റി 800 കൊണ്ടുപോയത്. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ചിട്ട് അവിടെ 20 മെഗാവാട്ടേ ഉത്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 10-200 കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ വയ്ക്കാൻ ആ കരാറുകാരനാണ്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് വീതം കൊടുത്തു. ആ വെള്ളത്തിന് ഇന്ത്യക്ക് തുറന്നുകൊണ്ട് ചാലക്കുടി പുഴ ഇപ്പം അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായി? പുണ്യവാണൻ കാശ്മീർ ഞാൻ വലിയ ആദർശവാണെന്നവരുണ്ടല്ലോ. ഇത് എത്ര കോടി ഉറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങൾ നിങ്ങളുടെ